പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം 2-ാം ഭാഗം. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്ക, നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിയണം. മരം വെട്ടുന്നവൻ ഇടയ്ക്കിടയ്ക്ക് കോടാലി അരം കൊണ്ട് മൂർച്ചപ്പെടുത്തുന്നത് പോലെയാണ് അത്. മൂർച്ച പോയ ആയുധങ്ങളായി വെറുതെ സമയം പാഴാക്കാതെ ഇടയ്ക്കിടെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം. പ്രാർത്ഥിക്കാനും ദൈവത്തിൽ നിന്ന് കേൾക്കാനുമായി തൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് ഏറ്റവും വിലയേറിയ സമയമാണ്. അതൊരിക്കലും സമയം പാഴാക്കുന്നതല്ല. ഇസബേലിൻ്റെ ഭീഷണി കേട്ട് മരിക്കാനിച്ഛിച്ച് ഓടിപ്പോയി അടുത്ത രാജ്യത്തിലെ മരുഭൂമിയുടെ ചൂരച്ചെടി തണലിൽ കിടന്ന ഏലിയാവിനെ ദൈവദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച് ഭക്ഷണവും വെള്ളവും കൊടുത്തു കഴിഞ്ഞപ്പോൾ താൻ നേരെ പോയത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലേക്കായിരുന്നു. അവിടെ തനിക്ക് വെളിപ്പെട്ട ദൈവത്തോട് തൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ഏലിയാവിനെ അതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾക്കായി നിയോഗിച്ചയച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കർത്താവ് തന്നെ കാത്തിരിക്കാൻ പറഞ്ഞതനുസരിച്ചവർ പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞ് തൻ്റെ നാമത്തിന് ശക്തിയോടെ സാക്ഷ്യം വഹിച്ചു. അവർ ഇടയ്ക്കിടെ വീണ്ടും ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും വചനം പ്രസ്താവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് ആത്മശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറ്റു പലർക്കു വേണ്ടിയും കൂടെ ദൈവസന്നിധിയിൽ സമയം ചെലവിടാം. തൻ്റെ മുന്നിലിരിക്കുന്നവരോട് കർത്താവ് സംസാരിക്കും. ആർക്കും എടുത്തു കളയാനാകാത്ത നല്ല അംശം യേശുവിൻ്റെ കാൽക്കലിരുന്ന് മറിയ പ്രാപിച്ചതുപോലെ നമുക്കും പ്രാപിക്കാം. ദൈവമുമ്പാകെ ഇരുന്ന് പ്രാർത്ഥനയാൽ ആഴത്തിൽ വേരോട്ടമുള്ളവരെ കൊടുങ്കാറ്റിന് തള്ളിയിടുവാനാകയില്ല. God bless you.